ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനയിൽ പറഞ്ഞതുപോലെ ലോട്ടറി പോലെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു വീഡിയോ ഒരവസരമാണ് കേട്ടോ. എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്ന് സാറ്റർഡേ ദിവസം ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോയ കുറച്ച് വിശേഷങ്ങൾ, കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തിയ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും തരാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് വല്ലപ്പോഴും മാത്രം കൂടിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റാറുള്ളൂ. സൺഡേ ദിവസങ്ങളിൽ പോലെ എല്ലാവരും ബിസിയാണ് കേട്ടോ. മോളും ഹസ്ബൻഡും മോനും മാത്രം ഉണ്ടാവുള്ളൂ സൺഡേ ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ എവിടെയും പോകാനൊന്നും പറ്റാറില്ല. അപ്പോൾ അടുത്ത മാസം ഞങ്ങൾക്ക് നാട്ടിൽ പോകാനുണ്ട്. നാട്ടിലൊരു ഫംഗ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് പർച്ചേസിങ്ങും ഒക്കെ കൂടി ചെയ്യണം. അപ്പോൾ എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പർച്ചേസിങ്ങിനൊന്നും സമയം ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, അത് കഴിഞ്ഞ ഉടനെ പോകാനും ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊരു ദിവസം സാറ്റർഡേ ദിവസം മോന് ലീവ് എടുത്തു കേട്ടോ. ഹസ്ബൻഡും മോളും വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് മോൻ ലീവ് എടുത്തിട്ടാണ് ഞങ്ങൾ ഒന്ന് പുറത്ത് പോകുന്നത് കേട്ടോ. അപ്പം അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിംഗ് മാളിലേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു ഷോപ്പിംഗ് മാളാണ്. അവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മെയിനായിട്ട് ഇന്ന് പോകുന്നത് മോനും ഹസ്ബൻഡിനുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓൺലൈനിലും മറ്റുമൊക്കെ കാണുമ്പോൾ എടുക്കാറുണ്ട്. പിന്നെ കഴിഞ്ഞ മാസം ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാനും മോളും കൂടി അതിനുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഫംഗ്ഷന് വേണ്ടുന്ന ഞങ്ങൾക്ക് നാട്ടിലുള്ള ഫംഗ്ഷന് വേണ്ടുന്ന സാരി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് റെഡി ആവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ചായ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുടിക്കാണ്ട് എവിടെയും പോകാൻ എനിക്ക് പറ്റില്ല. കാരണം വരുമ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങുകയാണ്. അപ്പോൾ ചായ ഉണ്ടാക്കി കുടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഹസ്ബൻഡും മക്കൾക്ക് കൊടുത്ത് ഞാനും കട്ടൻ ചായയും എടുത്തിട്ടാണ് ഇപ്പോൾ റെഡിയാവാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. നല്ല അടിപൊളി കോട്ടൺ കുർത്തയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓൺലൈനിൽ വാങ്ങിച്ചത് തന്നെയാണ്. അപ്പോൾ എന്തായാലും റെഡി ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ 2 വീലറിലാണ് കേട്ടോ പോകാറ്. ഞങ്ങളിവിടെ ഇപ്പോൾ സ്ഥിരം അങ്ങനെ തന്നെയാണ്. ട്രാഫിക്ക് അല്ലെങ്കിൽ പാർക്കിംഗ് പ്രശ്നമൊക്കെ ഉള്ളത് കാരണം ഞങ്ങൾ മുമ്പ് കാറുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് ഇവിടെ പറ്റുന്നില്ല എന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നാട്ടിലേക്ക് അയച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ 2 വീലർ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 വീലർ എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോവാറ്. അത് 2 വീലർ എടുക്കാൻ പറ്റാത്ത കുറച്ച് ദൂരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ടാക്സി ആക്കിയിട്ട് പോകും. ഇതിപ്പം അത്രയ്ക്ക് ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ 2 വീലർ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം മോൻ ചെറിയൊരു മയക്കത്തിലായിരുന്നു. അവനെ വിളിച്ച് എണീപ്പിച്ച് അവനത് കൈയും മുഖമൊക്കെ കഴുകിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ അവൻ റെഡിയാവാൻ പോവുകയാണ്. അപ്പോൾ ഞാനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡും മോളും അപ്പുറത്തുനിന്ന് റെഡി ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോകണം. അപ്പോൾ അതാണ് കേട്ടോ മോള്. അപ്പോൾ ഇതേ മോൻ ഡ്രസ്സും എടുത്തിട്ട് അങ്ങ് പോവുകയാണ്. ടി വിൻ്റെ മുന്നേ അവൻ റെഡി ആവുള്ളൂ. അപ്പം ഡ്രസ്സ് എടുത്തിട്ട് അവൻ അങ്ങനെ പോകണം. അപ്പോൾ ഇത് നല്ലൊരു ഒരു ഐലൈനറല്ല, ഒരു കാജൽ പെൻസിലാണ് കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തന്നപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതേ ഒന്നുകൂടി കാണിച്ചു തരാം. മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനത്തെ പെൻസിൽ വെച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. എന്നെപ്പോലെ കണ്ണെഴുതാൻ ഇഷ്ടമുള്ള, കണ്ണെഴുതാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയണം. ഇതുപോലുള്ള പെൻസിൽ വെച്ച് കണ്ണെഴുതുമ്പോൾ നല്ല നീറ്റായിട്ടും നല്ല വൃത്തിക്ക് എഴുതാനും പറ്റുന്നുണ്ട് കേട്ടോ പെട്ടെന്ന്. അപ്പോൾ അതുപോലെ ഇഷ്ടമുള്ള ആൾക്കാർ അങ്ങനെയുള്ള പെൻസിൽ ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പോൾ അത് ഞാനത് അതിനു വേണ്ടി കാണിച്ചതാണ്. അപ്പോൾ ഇത് എവിടെ പോകുമ്പോൾ എൻ്റെ കുളി കഴിഞ്ഞ് മുടി ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ കിട്ടുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ഒക്കെ റെഡി ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. യെല്ലോ കളറ് നല്ല പോക്കറ്റൊക്കെ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കുർത്തിയാണത്. അപ്പോൾ അങ്ങനെ ഇതേ മോളും മോനും കൂടി മുന്നിലും ഞങ്ങൾ ബാക്കിലും ഒക്കെ ആയിട്ട് ഞങ്ങളിത് 2 വീലറിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അടുത്തുള്ള ഒരു മോളാണ്. കറങ്ങാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കറങ്ങാനുള്ള അത്രയും ഉണ്ട് കേട്ടോ. അവിടെ ഒരുപാട് ഷോപ്പുകളും പിന്നെ തിയേറ്ററുകൾ അതുപോലെ തന്നെ ഫുഡ് പോയിൻറ്റുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. മലയാളം പിക്ചറുകളൊക്കെ വരാറുണ്ട്. ഇന്നും ഇപ്പം മലയാളം പിക്ചർ അവിടെ ഉണ്ട്. പക്ഷേ എന്താണ് ഒരു മഞ്ഞുമല ബോയ്സോ അങ്ങനെ എന്തോ, എനിക്ക് പിക്ചർ കാണാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിക്ചറിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ മോള് പറഞ്ഞതാണ് ഇന്ന് അവിടെ മലയാളം പിക്ചർ കളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ മോള്. ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്, ഇത്ര ഫുൾ വലിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാർക്കിംഗ് സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതേ മോനും മോളും മുന്നിലെത്തി. ഞങ്ങളിനിയിപ്പോൾ ഇത് ഇവിടെ നമ്മൾ പൈസയൊക്കെ കൊടുത്ത് നമ്മളിനി അകത്തേക്ക് കയറുകയാണ്. അതേ പാർക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ മോനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകാൻ നിന്നത്. ട്രെൻഡ്സിലാണ് പോകുന്നത്. അവന് ഭയങ്കര എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് അവിടെ നിന്നാണ് കിട്ടാറ്. പക്ഷെ അവൻ നേരെ മോളെയും വലിച്ചുകൊണ്ട് തൊട്ടപ്പുറത്തൊരു ടോയ്സിൻ്റെ ഒരു ചെറിയൊരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അവിടേക്ക് പോകാൻ നോക്കിയതാണ്. പിന്നെ ഞാൻ വലിച്ചത് ട്രെൻഡ്സിനകത്തേക്ക് കയറി കേട്ടോ. അപ്പോൾ നല്ല വലിയ ഷോറൂമാണ്. എല്ലാവർക്കും ഉള്ളതാണ്, ഫാമിലി ഷോറൂം തന്നെയാണത്. പക്ഷേ എനിക്ക് തോന്നുന്നു മോനൊക്കെ ഇവിടെ നിന്നാണ് പിന്നെയും കുറച്ചെങ്കിലും കളക്ഷൻസ് കിട്ടാറ്. കാരണം നമ്മൾ സാധാരണ എപ്പോഴും പറയണത് പോലെ
ആൺകുട്ടികൾക്കുള്ള ഡ്രസ്സ് എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് അല്ലേ. എന്തായാലും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എങ്ങനെ നോക്കിയാലും നമുക്ക് അവന് ലാസ്റ്റ് കിട്ടുന്നത് ഒരു ജീൻസും ഒരു ടീഷർട്ടും അത്രേ എനിക്ക് കിട്ടാറില്ല. പിന്നെ ഷർട്ട് ഇടാൻ മോന് ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് നല്ലത് പോയി എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പോയാൽ ലാസ്റ്റ് ഒരു ടീഷർട്ടും ജീൻസും ആയിരിക്കും എടുത്തിട്ട് വരിക. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് അവന് ജീൻസ് ഇഷ്ടമല്ല, ഇങ്ങനെ എലാസ്റ്റിക് വെച്ചിട്ടുള്ള സ്ട്രെച്ചബിൾ ആയിട്ടുള്ള പാൻറ്റുകൾ വരുന്നുണ്ട്, അങ്ങനത്താണ് അവന് ഇഷ്ടം. അപ്പോൾ അങ്ങനെ തപ്പി അവിടെ നിന്ന് അവന് കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ഫ്ലോറിലേക്ക് ഞങ്ങളിതേ പോവുകയാണേ. അപ്പോൾ അവിടുന്ന് കുറച്ച് പാൻറ്റുകളും ടീഷർട്ടും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഹസ്ബൻഡിനാണെങ്കിൽ ഹസ്ബൻഡിനൊന്നും കിട്ടിയിട്ടില്ല അവിടുന്ന്. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇന്ന് കുറച്ച് ഞങ്ങൾ ഉദ്ദേശിച്ച അത്രയും ഇന്ന് അവിടെ കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ കുറേ ഫ്ലോറിലാണ് കേട്ടോ ഈ ഒരു മോള് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അടുത്ത ഫ്ലോറിലേക്ക് കയറുകയാണ്. അപ്പോൾ അവിടെ മാക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ അതും കുറച്ചും കൂടി നല്ല അവന് കളക്ഷൻസ് നല്ല നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അവിടെ മാക്സ് എന്ന് പറയുന്ന ഷോറൂം. അപ്പം അവിടെയായിരിക്കും ഞങ്ങൾ പോവാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അതേ അടുത്ത ഇത് മാക്സിനകത്തോട്ടേക്ക് അടുത്ത ഫ്ലോറാണ് കേട്ടോ, സെക്കൻഡ് ഫ്ലോറിലേക്ക് ഞങ്ങൾ കയറുകയാണേ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിന് തൊട്ടിപ്പുറത്തായിട്ട് പുതിയൊരു ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. അവിടെ നല്ല വിലക്കുറവിൽ ഡ്രസ്സുകളൊക്കെ കിട്ടുന്നുണ്ടെന്ന് മോള് പറഞ്ഞിട്ട് ഞങ്ങൾ അതിനകത്തോട്ട് കയറിയിട്ടോ. അവിടെയും കൂടെ കയറുമ്പോഴേക്ക് ആശാനിത് ഇങ്ങനെയാണ് എപ്പോഴും ഉള്ളതാണ്. കുറച്ചൊന്ന് കറങ്ങിന്ന് കാണുമ്പോൾ ആളുടെ സ്വഭാവം അങ്ങ് മാറും. പിന്നെ അവന് ഈ ഡ്രസ്സും കാര്യങ്ങളും എടുക്കുന്നതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഞങ്ങൾ അവന് വേണ്ടി എടുക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി എടുക്കുന്നെന്നുള്ളത് ഇത് രീതിയിലാണ് ഞങ്ങളെ കൂടെ വരുന്നത് പോലും. അപ്പോൾ അച്ഛനുള്ള 1-2 ഷർട്ട് നോക്കുന്നതിൻ്റെ ഇടയിൽ അവനാകെ ബോറടിച്ചിട്ടാണ് കേട്ടോ അങ്ങനത്തെ പരിപാടി. പിന്നെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളത് വേഗത്തിൽ തന്നെ ബില്ല് ചെയ്ത് അടുത്ത ഷോപ്പിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ മോളാണ് ബില്ലിങ്ങിൽ എപ്പോഴും നിൽക്കുന്നത്, അവൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവൾ അവിടുന്ന് ബില്ലിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഒന്നിങ്ങനെ ചുറ്റും കണ്ണോടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ എപ്പോഴും കറങ്ങുന്നത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ അതെ ഇപ്പുറത്തെ സൈഡിൽ ഞങ്ങൾ നമ്മുടെ ഹാൻഡ് ബാഗ് സെക്ഷൻ കണ്ടു കേട്ടോ. വെറുതെ ഒന്ന് അപ്പോൾ ഇതേ ഹസ്ബൻഡ് അവിടെ മോള് ബില്ല് ചെയ്യുന്നതിന് നോക്കിയിരിക്കുകയാണ്. മോനും ഉണ്ട് കേട്ടോ അവിടെ. ഇതേ കണ്ണിൽ കണ്ട സാധനങ്ങളൊക്കെ നോക്കിയിരിക്കേണ്ട ആകെ ബോറടിച്ചിട്ടാണ് ഇതേ മോൾ അവിടെ ബില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ക്യാമറ ഇങ്ങനെ വെറുതെ ഒന്ന് ചുറ്റിലും ഓടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു സൈഡിൽ വെറുതെ അങ്ങനെ നോക്കി. അപ്പോൾ നമ്മുടെ ഹാൻഡ് ബാഗിൻ്റെയൊക്കെ സെക്ഷൻ കണ്ടു, അടിപൊളി. ഓരോ ഷോപ്പിനകത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ വെറുതെ ഒരു രസം തോന്നി. വിലയൊന്നുമില്ല കേട്ടോ, 800 രൂപയൊക്കെ ഉള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനം തന്നെ ആയിരിക്കും കേട്ടോ ഇവിടുത്തത്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല മോഡലുകൾ ഈ പുറത്തൊക്കെ ഇങ്ങനെ എപ്പോഴും പുറത്തൊക്കെ പോകുന്നവർക്കൊക്കെ നല്ലതാണ്, ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ 800 രൂപയൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. കാരണം ഞാൻ ഇന്ന് രാവിലെ എനിക്ക് ഓൺലൈനിൽ നല്ലൊരു ബാഗ് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ 1300 രൂപയാണ് അതിൻ്റെ പ്രൈസ്. പക്ഷേ അത് ഓഫറിൽ കിട്ടി 1000 രൂപക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വെറുതെ അത് വാങ്ങിച്ചപ്പോൾ ഇതൊക്കെ എത്രയുണ്ട് എന്ന് വെറുതെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പം നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ്, നല്ല വിലയും ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്തോ ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ് കേട്ടോ. 800 രൂപ 900 രൂപ 700 രൂപേൻ്റെ ഒക്കെയാണ് കേട്ടോ ഈ ബാഗുകളൊക്കെ. എനിക്കിങ്ങനെ കറുത്ത ബാഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു മോഡൽ ഇതല്ല, ഇതിൻ്റെ വേറൊരു മോഡൽ കറുപ്പ് ബാഗാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ വെറുതെ എങ്ങനെയുണ്ട് വില എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കണ്ണോടിച്ചെന്ന് മാത്രം. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ മെല്ലെ പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ ഇനി അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും മോൻ്റെ മൂടാകെ മാറാൻ തുടങ്ങി. അവന് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാനൊക്കെ മേടിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രോസറി ആ ഒരു ഷോറൂമിലേക്കാണ് അവന് പോകേണ്ടത്. കാരണം അവന് വേണ്ടുന്ന പാക്കറ്റ് ഐറ്റംസും ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെയാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവനിങ്ങനെ മൂട് മാറി ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടുത്ത് അതിനകത്തേക്ക് പോകാൻ നേരത്താണ് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് നമ്മുടെ വീട്ടിനകത്തുള്ള അതായത് ഇങ്ങനെയുള്ളത് പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ ഉള്ള ഒരു ഷോറൂം കണ്ടത്. അപ്പോൾ അതിനകത്തേക്ക് മോളും എല്ലാം അങ്ങനെ കയറി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഓരോന്നിനും ഓരോ ഷോപ്പുകളാണ്. ഇതിന് നിറയെ ഡബ്ബകൾ അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ. അങ്ങനെ അതിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അത് പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് ഓർഗനൈസിങ് ചെയ്യാൻ ഫ്രിഡ്ജിലായാലും കബോർഡിലായാലും ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ നല്ല ഐറ്റംസാണ് കേട്ടോ. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഐറ്റംസുള്ള ഒരു വലിയ ഷോറൂം തന്നെയാണ് കേട്ടോ. ഇത് വേറൊരു എല്ലാം വേറെ തന്നെയാണ് കേട്ടോ. അപ്പം അവിടുന്ന് നേരെ ഇറങ്ങി ഇപ്പുറത്താണ് നമ്മൾ കയറിയിരിക്കുന്നത്. അതേ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിയിരുന്ന് പോകട്ടോ. എന്തൊക്കെ വാങ്ങിക്കണം നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം ഇതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മക്കളെയും കൊണ്ട് മാത്രം പോയിട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കും കേട്ടോ. അപ്പോൾ ഇത് നോക്കൂ, പെൺകുട്ടികളുടെ ഹെയർ ബാൻഡുകളുടെ മാത്രമായിട്ടുള്ള സെക്ഷനാണ്. നോക്കൂ എത്ര വലുതാണ്. നമുക്ക് നോക്കി പെൺകുട്ടികളുള്ളവർക്കൊക്കെ എത്ര വാങ്ങിച്ചാലും മതിയാവില്ല കേട്ടോ.
അത്രയും നിറയെ ഐറ്റംസ് ഉണ്ട്. ഇത് വെറും ഹെയർ ബാൻഡിൻ്റെ സെക്ഷൻ മാത്രമാണ് കേട്ടോ. ഇത് ഇത്രയും ചെറിയ ചെറിയ ബോകൾ, ഹെയർ ബാൻഡുകൾ, അങ്ങനെയുള്ള ഐറ്റംസാണ് കേട്ടോ. ഇതെല്ലാം ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇതും ഇതേ തൂങ്ങിക്കിടക്കുന്ന ഇത് ഹെയർ ബാൻഡ് തന്നെയാണ് കേട്ടോ. നെറ്റ് പോലെയുള്ള ഇത് തൂങ്ങിക്കിടക്കുന്ന ഒരു സംഭവം. അപ്പോൾ അങ്ങനെ ഓരോരോ പോർഷനിൽ ഓരോരോ ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് നോക്കി നടക്കുമ്പം ഹസ്ബൻഡും മോനും ബോറടിച്ചിട്ടാണ് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സെക്ഷനാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹോം ഡെക്കറിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഹസ്ബൻഡിനും മോൾക്കും ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനെ വീട്ടിനകത്ത് അല്ലെങ്കിൽ റൂമിനകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നതും അതൊന്നും അവർക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ വെറുതെ നോക്കി പോവുള്ളൂ. പക്ഷേ എന്നാലും വാങ്ങിക്കില്ലെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോക്കിയിരിക്കാൻ. പിന്നെ ഇടയ്ക്ക് ഞാൻ ഒറ്റക്കൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വാങ്ങിച്ച് കൊണ്ടുവരികയും ചെയ്യും കേട്ടോ. അവരുള്ള സമയത്ത് ഞാനിതൊന്നും മേടിക്കില്ല, കാരണം അവർക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്ത സംഭവമാണ്. അപ്പോൾ മോനിങ്ങനെ ഇതേ ബോറടിച്ച് ഇടയ്ക്ക് നല്ല മൂഡ് വരും. പിന്നെ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ പ്രാന്ത് കയറും. അപ്പോൾ അത് കാരണം തന്നെ എല്ലാ കടകളിലും നമ്മൾ പെട്ടെന്നൊന്ന് കയറി ഇറങ്ങാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവിടുന്ന് അത്യാവശ്യം കുറച്ച് ഐറ്റംസ് മാത്രം വാങ്ങിച്ച് നമ്മൾ ഇനിയിപ്പോൾ അതേ അടുത്ത കടയിലേക്ക് എന്ന് പറഞ്ഞാൽ താഴേക്കാണ് കേട്ടോ പോകേണ്ടത്. താഴെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഞങ്ങൾ ഇപ്പോൾ സെക്കൻഡ് ഫ്ലോർ വരെ ഞങ്ങൾ പോയിട്ടുള്ളത്. പിന്നെ തേർഡ് ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ മോൻ്റെ ഗെയിം സോണാണ്. അപ്പോൾ ഗെയിം സോണിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം 2-3 മണിക്കൂർ എടുക്കും. അത്രയും നേരം നമുക്കില്ല. അപ്പോൾ അവിടേക്ക് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആളുടെ സ്വഭാവം മോശമായി വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അവനിപ്പോൾ ഫുഡ് കോർട്ടിലേക്കൊക്കെ പോകുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ താഴേക്കെന്ന് പറഞ്ഞ് പോകുന്നത് നമ്മുടെ ഗ്രോസറി, അതായത് അടുക്കളയിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ, അതുപോലെ കുഞ്ഞിന് സ്മാർട്ട് ബസാർ എന്നാണ് കേട്ടോ പറയുക. അതായത് നമ്മൾ അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ ഒക്കെ അവർക്ക് 2 പേർക്കും ഏറ്റവും ഇഷ്ടം കയറാൻ ഇവിടെയാണ് കേട്ടോ. ബിസ്ക്കറ്റ്സും ചോക്ലേറ്റ്സും എന്ന് പറഞ്ഞ പോലെ അവർക്ക് മെയിനായിട്ടുള്ള സാധനങ്ങൾ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ആളൊന്ന് തണുത്തോളൂ കേട്ടോ. പക്ഷേ ഇത് എന്നെ കണ്ണിൽ കണ്ട സാധനങ്ങൾ മൊത്തം എടുത്തിടും. അപ്പം ഞാൻ മക്കളെയും കൂട്ടിയിട്ട് വരുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എത്ര വാശി പിടിച്ചു കരഞ്ഞു എന്ന് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ചിലർക്ക് ആൾക്കാരുടെ കൂട്ടത്തിൽ മക്കൾ കരയുന്ന കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു നാണക്കേടാണ്. അതായത് എൻ്റെ ഹസ്ബൻഡിനും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ പറയാം, എൻ്റെ മോനല്ലേ എൻ്റെ കൂട്ടത്തിലിരുന്ന് കരയുന്നതിന് അവർക്കെന്താ, അതും സൗണ്ടൊന്നും ഉണ്ടാക്കില്ല, വാശി പിടിച്ച് കണ്ണെന്നൊക്കെ ഇങ്ങനെ കണ്ണുനീരൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുകയുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയാം, അവൻ അവിടെ ഇരുന്ന് കരഞ്ഞോട്ടെ, അതിനെന്താ, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, ശബ്ദമൊന്നും ഉണ്ടാക്കില്ല, വെറുതെ ഇങ്ങനെ മിണ്ടാതെ വാശി പിടിച്ചിട്ടൊക്കെ നടക്കുകയുള്ളൂ. അപ്പം ഞാനങ്ങനെ സമ്മതിക്കില്ല കേട്ടോ. എനിക്ക് ഈ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ വെറുതെ വാരിയെടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. പക്ഷേ ആളെല്ലാം സമ്മതിക്കുവേ, വെറുതെ കരയുന്നത് ആൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ അങ്ങനെ അവിടുന്ന് അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഇനി നമുക്ക് ഫുഡ് കോർട്ടിൽ കയറാൻ മോള് പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് പിസ്സ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തൽക്കാലം ലാസ്റ്റിൽ എപ്പോഴും ഞങ്ങൾ ഇത് അവസാനിപ്പിക്കുന്നത് ഇവിടെയാണ്. ഒരു ഐസ്ക്രീം കോർണറാണ് കേട്ടോ. നല്ല അടിപൊളി ഐസ്ക്രീം കിട്ടും അവിടെ, പക്ഷേ നല്ല വിലയാണ്. അപ്പോൾ മോനൊരു നമ്മുടെ ബ്ലൂബെറിയുടെ കോണും, ഞാനിത് നമ്മുടെ ഇതില്ലേ എന്താണ് അതിനെ പറയുക, ഫിഗ് അത്തിപ്പഴത്തിൻ്റെത്. ഹസ്ബൻഡ് വാങ്ങിച്ചിരിക്കുന്നത് കസ്റ്റാർഡ് ആപ്പിളാണ്. മോള് പിന്നെ ചോക്ലേറ്റ്. പക്ഷെ നല്ല വിലയാണ് കേട്ടോ. ഇത്തിരി പോകുന്ന ഈ ഒരു കോണിന് 160 രൂപയാണ്. ഏകദേശം ഒരു 600 രൂപയോളം 4 പേർക്കുള്ള ഐസ്ക്രീമിനായിട്ടുണ്ട്. എന്തായാലും 600 അല്ല, 650 രൂപയോളം 4 പേർക്കുള്ള ഐസ്ക്രീമിനായിട്ടുണ്ട്. അതും കഴിച്ചിട്ട് ഞങ്ങളിതേ പിസ്സ ഓർഡർ ചെയ്തു. അപ്പം വീട്ടിലെത്തുമ്പോഴേക്കും അവിടെ എത്തുമല്ലോ പിസ്സ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങളിതേ മെല്ലെ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പം മണി 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം വീട്ടിൽ പോയി പിസ്സ, ഞാനും മക്കളൊക്കെ പിസ്സ കഴിക്കും. ഹസ്ബൻഡിന് അത് അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ ആൾക്ക് ഞാൻ എന്തെങ്കിലും ലൈറ്റായിട്ട് ഓട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. ചിലപ്പോൾ അതും വേണ്ടാന്ന് പറയട്ടെ. ഐസ്ക്രീം കഴിച്ചത് കാരണം ആൾ ചിലപ്പം അതും വേണ്ടാന്ന് പറയും. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കില്ല. തണ്ണിമത്തനൊക്കെ അവിടെ നിന്ന് മേടിച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വേസ്റ്റ് ഡബ്ബയാണ് കേട്ടോ, നമ്മുടെ അടുക്കളയിലേക്കുള്ള നമ്മുടെ വെറ്റ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതൊന്ന് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ച് മീഡിയം സൈസ് ഉള്ള ഒരെണ്ണം അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോണ്, മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്, പച്ചക്കുള്ള കോണ്. പിന്നെ ഇത് നമ്മുടെ ഒരു കീ ഹോൾഡറാണ്, കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് വാങ്ങിക്കണം. അപ്പോൾ ഞങ്ങളുടെ ഷോക്കേസിൻ്റെയൊക്കെ അതേ കളറിലുള്ളത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ ചുമരിന് വെക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു പ്ലേറ്റ്. ഇത് ഞാൻ വെറുതെ യൂട്യൂബിലൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് കളർ ചുവന്ന കളറായത് കാരണം ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഐറ്റമാണ് വാങ്ങിച്ചത്. പിന്നെ കുറച്ച് ഡ്രസ്സുകൾ അവനെയാണ് കൂടുതലും വാങ്ങിച്ചത്. ഞങ്ങൾക്കൊന്നും ആൾക്കൊരു ഷർട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആൾക്ക് അത്ര വലിയ പിടിച്ചില്ല ഇന്നൊന്നും. പിന്നെ മോനുള്ളതാണ് കേട്ടോ. ബാക്കിയെല്ലാം മോൾക്കൊതേ ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ടീഷർട്ട് മാത്രമേ മോള് മേടിച്ചുള്ളൂ. ആൾക്കൊരു ഷർട്ടും ബാക്കിയുള്ളതൊക്കെ മോൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമാണ്. എനിക്ക് ഒരു കുർത്തി
നല്ല ഇഷ്ടം തോന്നിയപ്പോൾ അതെ ഇതൊരെണ്ണം വാങ്ങിച്ചോട്ടോ. ചെറിയ വിലയായിരുന്നു, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല തുണിയും 400 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനി ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ആൾക്ക് ഇത്തിരി ഓട്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് ഓട്സ് ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഓട്സും ഉണ്ടാക്കി കൊടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ എന്താ ആദ്യം ഒന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് ഇതൊക്കെ എടുത്ത് വെക്കണം, എന്നിട്ട് പിന്നെ ഓട്സ് ആൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.